ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കളിക്കാൻ പോവാണ് ഗ്രാനി 1 കാർ എസ്കേപ്പ്. പ്രീവിയസ് വീഡിയോയിൽ ഞങ്ങൾ ഡോർ എസ്കേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ കംപ്ലീറ്റും ചെയ്തു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക ഗായ്സ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഈസി മോഡിലാണ് കളിക്കുന്നത്. ഇതിൻ്റെ ഹാർഡ് മോഡും എക്സ്ട്രീം മോഡും ഞങ്ങൾ ട്രൈ ചെയ്യും. അതിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ഇതിൻ്റെ സേവർ എസ്കേപ്പും ഞങ്ങൾ ചെയ്യും. അപ്പോൾ നമ്മൾ ഡേ 1 സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ ഗ്രാനിയുടെ വീട്ടിൽ എണീച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഈ റൂമിൽ പ്രത്യേകിച്ചൊന്നും കാണത്തില്ല. അപ്പോൾ നമുക്ക് അടുത്ത റൂമിലൊക്കെ പോയി നോക്കാം. അപ്പോൾ നമ്മൾ കിച്ചണിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ഡ്രോയറിൽ ഷോട്ട് ഗണ്ണിൻ്റെ പാട്ട് കിട്ടി. ഓക്കെ, ഇവിടെ നമ്മൾക്ക് ഷോട്ട് ഗണ്ണിൻ്റെ പാട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോയി ഷോട്ട് ഗൺ റെഡിയാക്കാം. ഓക്കെ, നമ്മൾ ബേസ്മെൻറ്റിൽ എത്തിയിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഗ്രാനിയെ കൊല്ലാം. ഓക്കെ, ഇതാക്കെടുക്കുന്നത് നമ്മളെ കാർ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഷോട്ട് ഗണ്ണിൻ്റെ ഒരു പാട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാട്ട് ആ ഷെൽഫിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ റൂം കാണുന്നില്ലേ, ആ വുഡൻ റൂം. അവിടെ നമുക്ക് ഗ്രാനിയെ ലോക്ക് ചെയ്യാം. അത് നമ്മൾ ട്രൈ ചെയ്യും ഗൈസ് ഇന്ന്. അത് കുറച്ച് നേരത്തേക്ക് അപ്പോൾ ഗ്രാനി വരത്തില്ല. അപ്പോൾ ഗൈസ് നിൽക്കുന്നു ഗൈസ്. ഓക്കെ, നമ്മളെ ഗ്രാനി പോയിട്ടുണ്ട്. ഇനി നമുക്ക് വെളിയിൽ വരാം, കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് വേറെ പാർട്സ് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. തൊട്ട് മുന്നേ തന്നെ ട്രാപ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷെ നോ വറീസ്, നമുക്ക് വേറൊരു വഴിയുണ്ട് ഇവിടെ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് പോയി അവിടെ എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ഇവിടെ ഒരു ഇതുണ്ട്. അവിടെ നമുക്ക് സ്ക്രൂ ഡ്രൈവർ വേണം ഈ സൈഡിൽ. ഓക്കെ, ഇവിടെ ക്രോയിൻ്റെ സൈഡാണ്. അപ്പോൾ നമ്മുടെ വെപ്പൻ ഇരിക്കുന്ന സൈഡ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഷോട്ട് ഗണ്ണിൻ്റെ അടുത്ത പാർട്ട് കിട്ടി. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പാട്ടും കിട്ടി. ഇനി നമ്മുടെ ഷോട്ട് ഗൺ റെഡി ആയിട്ടുണ്ട്. ഈ പാട്ടും കൂടി വെച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾ ബേസ്മെൻറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ബേസ്മെൻറ്റ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷോട്ട് ഗണ്ണിൻ്റെ പാട്ട് വെച്ച് ഷോട്ട് ഗൺ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രാനിയെ തീർക്കാം. ഓക്കെ, ഇപ്പോൾ ഗ്രാനി ഇവിടെ വരും. വെയിറ്റ്, ഞാൻ പറഞ്ഞ പോലെ ഈ കിളവി ആവശ്യത്തിൻ്റെ ടൈമിൽ വരത്തേയില്ല ഗൈസ്. ഇവിടെ തന്നെ വെച്ച് ഷൂട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ, നമ്മൾ ഡോർ എസ്കേപ്പിൽ ചെയ്ത പോലെ ആ സീൻ പോലെ ഉണ്ട്. പക്ഷെ അപ്പോൾ ആ സീനിൽ നമ്മൾ ഗ്രാനി എന്തെങ്കിലും ലാസ്റ്റായിട്ട് പറയാനുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, നമ്മൾ ഗ്രാനി ഇവിടെ വന്നിട്ടുണ്ട്. ഹായ് ഗ്രാനി. ഹായ് ഗ്രാനി. ഓക്കെ, ബൈ, ഗോ ടു ഹെവൻ. സോ നമ്മൾ ഗ്രാനിയെ ഷൂട്ട് ചെയ്തു. പക്ഷേ ഗ്രാനി 2 minutes 30 seconds മാത്രമേ അൺകോൺഷ്യസ് ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഗ്രാനി വരും. ഓക്കെ, ഗ്രാനിയുടെ ശല്യം കുറച്ച് നേരത്തിന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രോയറിൻ്റെ അകത്ത് എന്തുണ്ടെന്ന് നോക്കാം. ഈ ഡ്രോയിൻ്റെ അടുത്ത് നമ്മൾക്ക് എന്തോ ഗ്ലിച്ചായി ഗൈസ്. ഓക്കെ, സ്റ്റക്കായി പോയി. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ആ ഗ്ലിച്ചിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി നമുക്ക് ഈ ഡ്രോയറിൻ്റെ അകത്ത് എന്തുണ്ടെന്ന് നോക്കാം. സ്പാർക്ക് പ്ലഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പോയി കാറിൻ്റെ അവിടെ ഫിക്സ് ചെയ്യാം. ഓക്കെ, ഓൾമോസ്റ്റ് അല്ല, കാറിൻ്റെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്.
എല്ലാത്തിനും പാഡ്ലോക്ക് വേണം, ഇല്ലെങ്കിൽ പറ്റത്തില്ല. എന്തിനാണെന്നുണ്ട്. ഡോർ എസ്കേപ്പിനും വേണം, കാർ എസ്കേപ്പിനും വേണം, സേവർ എസ്കേപ്പിനും വേണം ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫ്രണ്ടിൽ ഈ സ്പാർക്ക് പ്ലഗ് വെക്കാം. ഓക്കെ, മിഷൻ സക്സസ്ഫുൾ. ഗൈസ് നമുക്ക് ഷോർട്ട് ഗൺ എടുക്കാം. ഷോർട്ട് ഗൺ എടുത്ത് പിന്നെയും ഗ്രാനി മുമ്പിൽ വന്ന് തീർത്ത് കളയാം. ഇനി നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം കയ്യിൽ ഷോർട്ട് ഗൺ ആണ്. പക്ഷെ ലോഡഡ് അല്ല, ലോഡ് ചെയ്തിട്ട് പോകാം, അല്ലെങ്കിൽ ഗ്രാനി നമ്മളെ തീർക്കും. ഗ്രാനിയെ ഇവിടെ വെച്ച് കൊല്ലാം, ഇല്ലെങ്കിൽ മേലെ പോവാം. ഓക്കെ, നമ്മൾ ഓക്കെ അവിടെ അവിടെ ഗ്യാസോലിൻ വെച്ചിട്ടുണ്ട്. നമ്മ സൗണ്ട് ചെയ്ത് ഗൈസ്. ഇപ്പോൾ ഗ്രാനി ഇവിടെ വരും, അപ്പോൾ നമ്മൾ തീർത്ത് കളയാം ഗൈസ്. അവിടെ ഗ്യാസോലിൻ വെച്ചിട്ടുണ്ട്, അപ്പോൾ ആ ഗ്യാസോലിൻ നമുക്ക് കാറിന് യൂസ് ആവും. പക്ഷെ ആ ഗ്യാസോലിൻ ഇടാൻ കാർ കീ വേണം, അപ്പോൾ ആ കാർ കീയും കണ്ടുപിടിക്കണം ഗൈസ്. അപ്പോൾ ഗ്രാനി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാനി ഹെവനിലും പോയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല മേലെ പോവാം. ഓക്കെ, അവിടെ ഗ്യാസോലിൻ ഉണ്ടല്ലേ. ഓക്കെ, നമുക്ക് ഇനി ഒരു യൂസ്ഫുൾ സാധനവും കിട്ടിയിട്ടുണ്ട് താഴെ, ഗ്യാസോലിൻ. പക്ഷെ അതിടാൻ കാർ കീ വേണം, ഇല്ലെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പാണ് ആഞ്ചലീനയുടെ അടുത്ത്. അവിടെ പോയാൽ ചിലപ്പം കാറിൻ്റെ കുറച്ച് സാധനങ്ങൾ കിട്ടാൻ ചാൻസ് ഉണ്ട്, ലൈക്ക് എൻജിൻ പാർട്ട് നമുക്ക് വിൻഡ് ഹാൻഡിലിൽ കിട്ടുമെന്ന് തോന്നുന്നു, കാരണം കാർ എസ്കേപ്പ് അല്ലേ. ഇവിടെയൊന്ന് ഗ്രാനി വരുന്നു, സൗണ്ട് വരുന്നില്ലേ? ഓക്കെ, നമുക്ക് എൻജിൻ പാർട്ട് കിട്ടിയിട്ടുണ്ട്. ടി വിയുടെ താഴെ തന്നെ ഉണ്ട്. വാട്ട് എ നൈസ് പ്ലേസ്. ഗ്രാനി നല്ല സെലക്ഷനാണ് ഗൈസ് ഒളിച്ചു വെക്കുന്നതിൽ. ചില സാധനം എവിടെയോ കൊണ്ട് ഒളിച്ചു വെക്കും, ചില സാധനം കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ട് ഒളിച്ചു വെക്കും. ഓക്കെ, സോ നമുക്ക് എൻജിൻ പാർട്ടും കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടിലെ സാധനങ്ങൾ ഓക്കെ ആയി. പക്ഷെ നമുക്ക് ബാറ്ററി കിട്ടാനുണ്ട്. യെസ്, ബാറ്ററിയും കൂടെ കിട്ടാനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആ ബാറ്ററി എവിടെ കിട്ടുമെന്ന് നോക്കാം. ചിലപ്പം ആഞ്ചലീനയുടെ അടുത്ത് കാണും, ഇല്ലെങ്കിൽ ആ റിമോട്ട് കൺട്രോൾ വെച്ച് ഓപ്പൺ ചെയ്യുന്ന ഡോറിൽ കാണും. കാർ കീ എവിടെ ഉണ്ടാവും? ഫസ്റ്റ് പാഡ്ലോക്ക് കണ്ടുപിടിക്കണം. ഗ്രാനിയെ കൊല്ലാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഗ്രാനിയെ കൊന്നിട്ട് താഴെ പോവാം ആഞ്ചലീനയുടെ അടുത്ത്. ഓക്കെ, അപ്പോൾ ഗ്രാനി ഇവിടെ വരും. ഗൈസ്, ഗ്രാനി വരുന്നില്ല, എവിടെ പോയി ഗൈസ്? ഈ കിളവ് എവിടെ പോയി ഗൈസ്? എവിടെ നിന്നാണെന്ന് അറിയത്തില്ല. ഇപ്പം എൻ്റെ മണ്ടയ്ക്ക് വന്ന് ഈ ബോക്സ് കിടന്ന് ഗൈസ്. ഗ്രാനി മേലുണ്ട് ഗൈസ്. അപ്പോൾ ഗ്രാനി മേലുണ്ടെന്നാണ് തോന്നുന്നത്. ഗ്രാനി എവിടെ പോയി കിടക്കുന്നു? ഓക്കെ, നമ്മൾ താഴെ വന്നിട്ടുണ്ട്, നമ്മൾ ഷൂട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുക്കണം. ഓക്കെ, ഗ്രാനി അർദ്ധം ചവിട്ടി കൊന്നിട്ടുണ്ട്, കുഴപ്പമില്ല. ഇനി നമുക്ക് ആ സ്ക്രൂ ഡ്രൈവർ എടുക്കാം. സ്ക്രൂ ഡ്രൈവർ താഴെ വീണിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടുമോന്ന് നോക്കാം. താഴെ പോണം. ബുക്ക്. അയ്യോ, ഗ്രാനി എവിടെ ഗൈസ്? അതിനിടയ്ക്ക് ഗ്രാനി ഡിസപ്പിയറും ആയിക്കളഞ്ഞു. 2 minutes ആയോ ഗൈസ്? കമന്റ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? ഗാലി. ഓക്കെ, ഇനി നമുക്ക് ആഞ്ചലീനയുടെ അടുത്ത് പോവാം. ഓക്കെ, എനിക്കൊരു ഡൗട്ട്, ഈ ആഞ്ചലീന എന്തിനാ ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത്? അതും കീ വായിൽ കുത്തി കയറ്റിട്ട്. കുഴപ്പമില്ല, അപ്പോൾ നമുക്ക് ആഞ്ചലീനെ ഫ്രീ ചെയ്തിട്ടുണ്ട്. ആഞ്ചലീനയുടെ വായിക്കകത്ത് നിന്ന് ഇപ്പോൾ ഒരു കീ വരും. ബാറ്ററി ഇവിടെ ഉണ്ട് ഗൈസ്.
ഓക്കെ, ഇനി ഒരു യൂസ്ഫുൾ സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബാറ്ററി കിട്ടിയിട്ടുണ്ട്. ഇതാ വരുന്ന ആഞ്ചലീന അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ നമുക്ക് ആ ബാറ്ററി എടുത്ത് കാറിൻ്റെ അവിടെ ഫിക്സ് ചെയ്യാം. ഫസ്റ്റ് ആ ഡ്രോയറിൽ എന്തുണ്ടെന്ന് നോക്കാം. ആ ഡ്രോയറിൽ എന്തുണ്ട്? ഒന്നുമില്ല. ഓക്കെ, അവിടെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് നേരെ കാറിൻ്റെ അവിടെ പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ബേസ്മെൻറ്റിൽ എത്തിയിട്ടുണ്ട്. ബേസ്മെൻ്റ് അല്ല, ഇതിന് താഴെ പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസ്മെൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബേസ്മെൻ്റ് അല്ല, ഗറാജ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ആ കാറിൻ്റെ അവിടെ ബാറ്ററി വെക്കാം. യെസ്, ഇനി നമുക്ക് വെഞ്ച് മതി. ആ വെഞ്ച് ഓവൻ്റെ അവിടെ കിട്ടുമോ? ഇല്ല, സാധാരണ ഞാൻ ഗ്രാനി കളിക്കുമ്പോൾ അവിടെയാണ് സാധാരണ വെഞ്ച് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്തായാലും പോയി നോക്കിയേക്കാം. നോക്കണ്ട ഗൈസ്. നോക്കണം. വേണ്ട ഗൈസ്. ഇല്ലെങ്കിൽ ഇനി കാർ എസ്കേപ്പ് ചെയ്യൂല. ചെയ്യണ്ട ഗൈസ്. ഓക്കെ, അയ്യോ അയ്യോ, എത്ര സൗണ്ട്? മൂന്ന് പ്രാവശ്യം വന്ന്. നമ്മുടെ കീ ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും. കൊന്നേ പറ്റോലോ ഗൈസ്. നമ്മുടെ താരം ഇപ്പൊ ഇവിടെ വരും. അപ്പൊ നമുക്ക് ഷൂട്ട് ചെയ്ത് കളയാം. എവിടെ ഉണ്ടെന്ന് പോയി നോക്കി ഷൂട്ട് തീർന്ന്. ഓക്കെ, ഇനി നമ്മൾ ഗ്രാനി എടുത്ത് എങ്ങനെയും ചുറ്റി തിരിപ്പിച്ചിട്ട് ആ ഷോട്ട് ഗൺ എടുത്ത് ഷൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ആ ഷോട്ട് ഗൺ എടുക്കാം. പെട്ടെന്ന് എടുത്ത് നമുക്ക് ഗ്രാനിയെ തീർത്ത് കളയാം. ഇപ്പോൾ വന്നതായിരുന്നു, നല്ല ചാൻസ് ആയിരുന്നു അത്. അവിടേക്ക് അവിടെ കാണും. ഇവിടേക്ക് തന്നെ ഷൂട്ട് ചെയ്യാം. എന്തിന് വരുന്നു നമ്മളെ താരം. ഷൂട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്ത് കീ എടുക്കണം. ഓക്കെ, ഇനി നമുക്ക് കീ എടുക്കാം. ആഞ്ചലീന തുപ്പിയിട്ടുണ്ടാവും ഈ സമയത്തിന്. ഓക്കെ, ആഞ്ചലീനയുടെ കീ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ താഴെ പോവാം. ഷോർട്ട് കട്ടിൽ പോകാം ഗൈസ്. യെസ്, ഓക്കെ, നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ സേവറിൻ്റെ അകത്ത് പോവാം സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട്. കാരണം അവിടെ ചിലപ്പം എന്തെങ്കിലും കീ കാണാൻ ചാൻസ് ഉണ്ട്. കാരണം ഗ്രാനി അവിടെ റെയർ കീസ് മാത്രമേ ഒളിച്ച് വെക്കാറുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആഞ്ചലീനയുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ആഞ്ചലീന നമ്മളെ മുമ്പിൽ പോയി. ഓക്കെ, അവൾ അവിടേക്ക് തന്നെയാണ് പോകുന്നത്. പെട്ടെന്ന് പോ. ഓക്കെ, നമ്മൾ പെട്ടെന്ന് അവിടെ പോവാം. അവിടെ അവൾ പോകുന്ന സ്ഥലത്ത് തന്നെ പോവോ നീ? കുഴപ്പമില്ലായിരുന്നു, നമുക്ക് ഇവിടെ പോവാം. ഇത് നമ്മളെ സേവറാണ് ഗൈസ്. ഒരു പ്രാവശ്യം നമ്മൾ ഇവിടെ ഈ സേവർ എസ്കേപ്പും ചെയ്യും. ഇതിന് 3 സാധനം മതി. ഭയങ്കര ഈസിയാണ്. പക്ഷെ ആഞ്ചലീനയുടെ അടുത്തുനിന്ന് രക്ഷപ്പെടണം, അതാണ് കഷ്ടം. അപ്പോൾ നമുക്ക് ഇവിടെ എന്തുണ്ടെന്ന് നോക്കാം. പാഡ്ലോക്ക് കീ. ഓ മൈ ഗോഡ്, പാഡ്ലോക്ക് കീ കിട്ടി. ഓ, ആഞ്ചലീന ഉണ്ട്, പുറത്തുണ്ട് ഗൈസ്. അവിടെ സൗണ്ട് വരുന്നുണ്ട്. എനിക്ക് ആങ്സൈറ്റി ലെവൽ കൂടി ആഞ്ചലീനയെ കണ്ടപ്പോൾ. ഗെയിം കുറച്ച് ലാഗായിപ്പോയി അതിൻ്റെ ഇടയ്ക്ക്. ആരുടെയൊക്കെ ആങ്സൈറ്റി ലെവൽ കൂടി എന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, നമ്മളെ ആഞ്ചലീന പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ രക്ഷപ്പെടാം. ഇതെവിടെ? ഞാൻ ഈ സ്ഥലം ഇതുവരെയ്ക്ക് കണ്ടിട്ടില്ല. ആ വുഡൻ ജയിൽ കണക്കുള്ള സാധനം എങ്ങനെ തുറക്കാം? ഓക്കെ, അയ്യോ ഗൈസ്, ഇപ്പൊ ഗ്രാനി വരും. അയ്യോ ഗ്ലിച്ചായി. നമ്മൾ സേഫാണ്. കുഴപ്പമില്ല, നമ്മൾ ഗ്ലിച്ചിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഗ്രാനി ഇപ്പൊ വരും.
അയ്യാ, സമാധാനത്തോടെ രക്ഷപ്പെടാൻ സമ്മതിക്കൂല. ഓക്കെ, നമുക്ക് ഇനി പാഡ്ലോക്കി വെച്ച് തുറക്കാം. പാഡ്ലോക്കി എടി വാടി. പെട്ടെന്ന് വന്നിട്ട് പോയാൽ നമുക്ക് തുറക്കായിരുന്നു. ദോ ഗൈസ് ഗ്രാനി വന്നിട്ടുണ്ട്. അയ്യോ ഇവിടേക്ക് തന്നെ വന്ന് ഗൈസ്. നമ്മൾ അവിടെ പാഡ്ലോക്കി വെച്ച് സൗണ്ട് ചെയ്തത് കൊണ്ടാണ് ഗ്രാനി ഇവിടെ വന്നത്. കിളവി കിളവിടെ മോന്ത കണ്ടോ ഗൈസ്? ഇപ്പോൾ ഗൈസ് നമുക്ക് തുറക്കാം. ഓക്കെ, നമ്മൾ ഈ ഷട്ടർ തുറന്നിട്ടുണ്ട്. പാഡ്ലോക്കി അകത്ത് പോയി. ഓക്കെ, നമുക്കിത് തുറക്കാം. എന്തോ ഒരു സ്റ്റോറിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഗ്രാനിയുടെ ഒറിജിനൽ പേര് ഡയാന ആയിരുന്നെന്ന്. ആണ് ഗൈസ്, ആണെന്നാണ് തോന്നുന്നത്. കാരണം ഗ്രാനി വന്ന് ഗൈസ്. ഗ്രാനി അല്ല, ഡയാന ഗ്രാനി അഫ്കോഴ്സ്. എന്തോ ഒരു വീഡിയോയിൽ ഗ്രാനി ഈവിലല്ല എന്നാണ് പറയുന്നത്. കാരണം അവൾക്ക് അയ്യോ ട്രാപ്പ് ഈ സമയത്ത് തന്നെ ട്രാപ്പ് വരുന്നു. ഡേ 3 എന്നാണ് തോന്നുന്നത്. നമ്മൾ സേഫാണ്. ഗ്രാനിയുടെ അടുത്ത് രക്ഷപ്പെട്ടു. ജസ്റ്റ് മിസ്സായിരുന്നു. ഓക്കെ ഗൈസ്, എങ്ങനെയാ ഷട്ടർ തുറന്നു. ഇനി നമുക്ക് കാർ കീ കണ്ടുപിടിക്കണം. കാരണം ഗ്യാസോലിൻ ഇടണം. വെഞ്ച് കണ്ടുപിടിക്കണം ഫസ്റ്റ്. കാരണം ആ എൻജിൻ പാർട്ടിൻ്റെ റെഡ് ഡോട്ട് ഫിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വെഞ്ച് കണ്ടുപിടിക്കാം. വെഞ്ചാണോ വ്രെഞ്ചാണോ കമൻറ്റ് ചെയ്യുക. വ്രെഞ്ച്. ഓക്കെ, നമുക്ക് ഷോർട്ട് ഗൺ കിട്ടിയിട്ടുണ്ട്. ഗ്രാനി അയ്യോ ബുള്ളറ്റ് തീർന്നു. ഇവിടത്തെ ബുള്ളറ്റ് തീർന്നു. അവിടെ നമുക്ക് താഴെ പോയി നോക്കാം. താഴെയും ബുള്ളറ്റ് തീർന്നു. ഗൈസ് താഴെ ബുള്ളറ്റ് ഉണ്ട് ഗൈസ്. ഒരു ബുള്ളറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ബുള്ളറ്റ് വെച്ച് ഗ്രാനിയെ തീർക്കാം. ഇത്രയുള്ളൂ ഗൈസ്, തീർത്ത് കളയണം ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഗ്രാനിയെ ഇവിടെ വിളിച്ച് ഷൂട്ട് ചെയ്യാം. ഈ പടിയിൽ റൈറ്റ് ഇൻ ദ സ്റ്റെയർ. ഗ്രാനി പ്ലീസ് കം ഫാസ്റ്റ്, വി ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ്. അപ്പോൾ നമുക്ക് ഹെഡ് ഷോട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഹെഡ് ഷോട്ട് വരും ഗൈസ് ഗ്രാനിക്ക്. അയ്യോ ദാ വരുന്നു. ഇപ്പൊ വരും ഗൈസ്. ദാ വരുന്നു. ഷൂട്ട്. ഹെഡ് ഷോട്ട് അല്ല, ചെസ്റ്റ് ഷോട്ട് ആയിരുന്നു അത്. ഈ മാറടി. ഗ്രാനി അറിയാൻ താഴെ തള്ളിയിട്ട്. പക്ഷെ അങ്ങനെ പറയണ്ടായിരുന്നു. കാരണം ഗ്രാനി പാവമാണ്. ഞാൻ ഏതോ ഒരു സ്റ്റോറിയിൽ കണ്ടിട്ടുണ്ട് ഗ്രാനി പാവമാണ്. തന്നെ. ഓക്കെ, ഇപ്പോൾ ഇവിടെ 3 ബുള്ളറ്റ് ഉണ്ട്. ആ സാധനത്തിലൊന്നുമില്ല, ഗാലിയാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും നോക്കാം. ഇവിടെ സ്പെഷ്യൽ കീ ആണ് ഉള്ളത്. നമുക്ക് സ്പൈഡറിൻ്റെ അവിടെ എന്തുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മേലെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ പോകാൻ ഷോർട്ട് ഗൺ വേണം. ദാറ്റ് വി ഓൾറെഡി ഹാവ്. നമുക്ക് ഷോർട്ട് ഗൺ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാതെ പേടിക്കാതെ പോവാം സ്പൈഡറിൻ്റെ അവിടെ. നമ്മൾ ഷോർട്ട് ഗൺ എവിടെ ഇട്ട്? ഓക്കെ, ഇനി നമുക്ക് സ്പൈഡറിൻ്റെ അവിടെ പോയി എന്തുണ്ടെന്ന് നോക്കാം. ഗ്രാനി ഒന്നെങ്കിൽ ഷൂട്ട് ചെയ്യാം. ഓഫ് കോഴ്സ്. ആ പ്രിസൻ്റെ ആ ജയിലിൻ്റെ അവിടെ എന്തുണ്ട്? ആ ലോക്കിൻ്റെ അവിടെ ആ വീൽ ചെയറൊക്കെ വെച്ചിരിക്കുന്നത്. ഇവിടെയും ബുള്ളറ്റ്. എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്ന
Guys, ഞാൻ മറന്നുപോയി ഗൈസ്. ഗൈസ് ഇതിന്റെ ഒരു ഷോ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. ആ ഡോർ ഷട്ട് ചെയ്താൽ പോരെ. മറന്നുപോയി ഗൈസ്. ഡേ 2 ആണ്. ഇപ്പോൾ ഡേ 2 ആണ്. ഡേ 3. ഡേ 3 ആ? ഡേ 2 ആണോ ഡേ 3 ആണോ കണ്ടില്ല. ഓക്കെ, ഈ റൂമിൽ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അപ്പം നമുക്ക് നേരെ സ്പൈഡർ റേഞ്ച് എടുത്ത് പോവാം. ഷോർട്ട് ഗണും അവിടെ പോയി ആ മീറ്റ് വെക്കുന്ന സ്ഥലത്തിൽ. ഇനി എങ്ങനെ എടുക്കും? ഓക്കെ, ഗ്രാനി വരുന്നുണ്ട്. അതിനിടയ്ക്ക് ഗ്രാനിയും വന്നു. എന്ത് ബാഡ് ഡേ ആണ് ഗൈസ് ഇന്ന് ഗ്രാനിയിൽ. അതെങ്ങനെ ഗ്രാനിക്ക് ടെലിപ്പോർട്ടേഷൻ്റെ പവർ ഉണ്ടോ? ഓക്കെ, ദാ നിൽക്കുന്നു. ഓക്കെ, പോയി. എവിടേക്ക് പോയി? മേളിൽ നിൽക്കുന്നു ഗ്രാനി. ഈ ഗ്രാനിനെ കൊണ്ട് ഒരു ശല്യം ഗൈസ്. പിന്നെ അവിടെ ഗ്രാനിയെ കണ്ട് ഗൈസ്. അയ്യോ, ആ ഗ്രാനി ഇവിടെ തന്നെ വന്നേ. ഗ്രാനി ഇവിടെ തന്നെ വരുന്നു. എങ്ങനെ ഗൈസ് രക്ഷപ്പെടും? നിങ്ങളെ പറയുക. അവിടെ ട്രാപ്പ് വെച്ചിട്ടുണ്ട് ആ റൂമിൻ്റെ അവിടെ. ഓക്കെ, നമ്മൾ ഫൈനലി ഗ്രാനിയിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. ഈ ചെറുക്കൻ ഷോർട്ട് ഗൺ അവിടെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. എനിക്ക് വയ്യ. മിണ്ടാതെ അങ്ങനെ ചെയ്തു പോയാൽ പോരെ. ഇന്ന് ബാഡ് എൻഡിങ് ആണ് ഗൈസ്. നമ്മൾ പാട്ട് വിടാൻ ഗൈസ്. ഇന്ന് ബാഡ് എൻഡിങ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ അങ്ങനെ കൺക്ലൂഷൻ ചെയ്യില്ലേ? ഓക്കെ, നമുക്ക് ഈ പ്രാവശ്യം സ്പൈഡറിൻ്റെ അടുത്തുനിന്ന് തല്ല് മേടിക്കണം. ഫൈനലി നമ്മൾ സ്പൈഡറിൻ്റെ ഡോർ ഷട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്തത്? ഓക്കെ, ഇവിടെ ഗ്രാനി വരും ഗൈസ്. ഇപ്പോൾ എന്തായാലും ഗ്രാനി ഇവിടെ വരും. കാരണം ഷോർട്ട് ഗണ്ണിൻ്റെ സൗണ്ട് വന്ന്. ഇനി നമുക്ക് ആ കബോർഡിൽ എന്തുണ്ടെന്ന് നോക്കാം. ഗ്രാനി വരുന്നതിന് മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്യാം. എന്തിനാ ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? ദാ ഗൈസ് ഗ്രാനി വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഗ്രാനിയെ തീർത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കബോർഡിൻ്റെ അകത്ത് വെഞ്ച് കിട്ടിയിട്ടുണ്ട് ഫൈനലി. ഇനി നമുക്ക് ഈ വെഞ്ച് കൊണ്ടുപോയി, വെഞ്ചാണോ ഫ്രഞ്ചാണോ അറിയത്തില്ല. അപ്പോൾ ഈ ഫ്രഞ്ച് കൊണ്ടുപോയി നമുക്ക് കാറിൻ്റെ ആ എൻജിൻ പാർട്ടിൻ്റെ ആ റെഡ് ഡോട്ട് ഫിക്സ് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഓൾമോസ്റ്റ് എല്ലാ സാധനവും കിട്ടിയിട്ടുണ്ട്, ഓൾമോസ്റ്റ്. ഇനി നമുക്ക് ഈ കാറിൻ്റെ കീയും പിന്നെ ഗ്യാസൊലിനും കിട്ടിയാൽ മതി. ഗ്യാസൊലിൻ നമുക്ക് ഓൾറെഡി കിട്ടി, അത് മേലുണ്ട്. അത് നമ്മൾ താഴെ എടുക്കിയാൽ മതി ഷോർട്ട് ഗണ്ണിൻ്റെ ഹെൽപ്പ് ചെയ്യുന്നു. ഷോർട്ട് ഗൺ വെച്ചാൽ അത് പൊട്ടിപ്പോവോ? ഐ തിങ്ക് ഇറ്റ് വിൽ നോട്ട് ബ്രേക്ക്. ഓക്കെ, ഈ സ്ക്രൂ നമുക്കിനി ഫിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ എൻജിൻ പാർട്ടിൻ്റെ സ്ക്രൂ ഫിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് ആ വെഞ്ച് എന്തിനാ അവിടെ ഇട്ടേ? അവിടെ ഇരിക്കട്ടെ. അതെടുത്ത് താഴെ ഇട്, എങ്കിൽ കാർ പോകത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ കാറിൻ്റെ ഫസ്റ്റ് പാർട്ട്, ആ എൻജിനൊക്കെ വെക്കുന്ന പാർട്ട്. ഗ്യാസിന് അവിടെ ഉണ്ടല്ലേ, ഞാൻ മറന്നുപോയി. ഓക്കെ, കാറിൻ്റെ ആ ഫസ്റ്റ് പാർട്ട് എങ്ങനെയോ നമ്മൾ ഡീൽ ചെയ്തെടുത്തു. ഇതിനകത്തൊന്നുമില്ല. തിരിച്ച് അവിടെ പോകണം ഗൈസ്. അപ്പോൾ നമ്മൾ ആഞ്ചലിനയുടെ അടുത്ത് പോകണം, വേറെ വഴിയില്ല. കാരണം അവിടെ തന്നെ ആയിരിക്കും കാർ കീ കിട്ടുന്ന ചാൻസ് കൂടുതൽ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കാർ കീയും ഗ്യാസോലിനും മാത്രം മതി. നമ്മൾ എസ്കേപ്പാണ് ഇവിടെ നിന്ന്. ആക്ച്വലി എനിക്ക് ഫേവർ എസ്കേപ്പാണ് ഭയങ്കര ഇഷ്ടം. ഈ പാട്ട് കാണാൻ രസമുണ്ടാകും ആഞ്ചലീനയുടെ. പക്ഷെ ഇനി ശല്യമാണ്, പോത്തില്ല. ഓക്കെ, നമ്മൾ ആഞ്ചലീനയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് പോകണം, ഇല്ലെങ്കിൽ പെടും. ഇവിടെ ലിഫ്റ്റ് ഉണ്ട്. എലിവേറ്റർ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ എലിവേറ്ററിൻ്റെ പാസ്വേഡ് അറിയത്തില്ല. ഐ തിങ്ക് 2 അടിക്കണേ. നമുക്ക് എലിവേറ്ററിൽ പോവാം. ഐ തിങ്ക് 1 അടിച്ചാൽ പൊട്ടിപ്പോവും.
കഴിഞ്ഞ വർഷം ഡോർ എസ്കേപ്പ് ചെയ്യുമ്പോഴോ ഇപ്പോൾ 1 എടുത്ത് അത് പൊട്ടിപ്പോയി. 2 ഓ 1 ആയിരുന്നു, സോറി. ഞാനിപ്പോൾ ഡേ 3 ചെയ്തേനെ. ഡേ 4 എന്നാണ് തോന്നുന്നത്. നമുക്ക് വിഞ്ച് ഹാൻഡിൽ കിട്ടിയിട്ടുണ്ട് ഫൈനലി. ഇനി നമുക്ക് ഈ വിഞ്ച് ഹാൻഡിലിൻ്റെ ഹാമർ ഉണ്ടാവും. വെല്ലിന്ന് എന്ത് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, അവിടെ ഹാമർ ഉണ്ടാവും. നൈസ് ഗെസ്. കാരണം നമുക്ക് ആ ടി വിയുടെ അവിടെ നിന്ന് എൻജിൻ പാർട്ട് കിട്ടി, അതുകൊണ്ട് അവിടെ ഹാമർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ആൻറ്റീനയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇനി ഇവിടെ നിന്ന് വരാം. ഈ ബാക്കിൻ്റെ ഡിക്കി തുറക്കാൻ കാർ കീ വേണം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഹാമർ എന്തെങ്കിലും യൂസ് വന്നെങ്കിലോ? ഓഫ് കോഴ്സ് യൂസ് വരും. ഓക്കെ, നമുക്ക് ഹാമർ എന്ന് വേണ്ട, ഗ്രാനിയെ നമ്മളുടെ വെപ്പണാണ് ഗൈസ്. ഇപ്പം കണ്ടോ ഗൈസ്, ഒരു ട്രിക്കാണ് ഗൈസ് ഇത്. അയ്യോ വെയിറ്റ്, പിന്നെയും റിസ്ക് എടുക്കാൻ പോലെ, ഷോ കാണിക്കാൻ പോലെ മിണ്ടാതെ എസ്കേപ്പ് ആവുന്നതാണ് നിനക്ക് നല്ലത്. ആ സ്പൈഡറിൻ്റെ മുമ്പിൽ ഷോ കാണിക്കാൻ പോയിട്ട് എന്തായി? ഒന്നും ആയില്ല. പോഹോ. ഓക്കെ, നമ്മൾ വിഞ്ച് ഹാൻഡിൽ വെച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ എന്തുണ്ടാവും? എനിക്കറിയാം, ഹാമർ. ഓഫ് കോഴ്സ് ഹാമർ തന്നെയാണ്. ഗൈസ്, നിങ്ങൾക്ക് DK ദോസ്ത് എന്ന് പറഞ്ഞൊരു ചാനൽ അറിയാം ഗൈസ്? എനിക്ക് ആ ചാനൽ ഭയങ്കര ഇഷ്ടമാണ്. അത് ഹിന്ദിയാണ്. ആ ഗെയിമിംഗ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് പോയി കാണണം, സൂപ്പറാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നിയോ, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയോ എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്കിപ്പോൾ ഹാമർ കിട്ടിയിട്ടുണ്ടോ? പക്ഷേ ഇവിടെ സൗണ്ട് വരും. ഹാമർ കിട്ടി. ഇപ്പോൾ ഗ്രാനി ഇവിടെ വരും. ഇതാ നമ്മുടെ താരം മുമ്പിൽ നിൽക്കുന്നു ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാ അവിടെ ഉണ്ട്. നമ്മളുടെ താരമാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഹാമർ കൊണ്ട് മേലെ പോകണം. ഗ്രാനി ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്. ഈ ഗ്രാനി അവിടെ വരെ മുൻപേ നമുക്ക് മേലെ പോകണം ഗൈസ്. ഇല്ലെങ്കിൽ പെടും. ഇനി കുറച്ചേ ഉള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ സാധനവും നമുക്ക് കിട്ടി. ഇനി കുറച്ചേ ഉള്ളൂ. ഡാഡി വന്നാൽ അത്രേ ഉള്ളൂ. അത് കറക്റ്റാണ്. ഓക്കെ, ഈ ഇവിടെ എന്തുണ്ട്? അവിടെ എന്തുണ്ട്? അറിയത്തില്ല. അയ്യോ, സൗണ്ടായി. മൈ ഗുഡ്നെസ്, വാട്ട് ഈസ് ദിസ്? അയ്യോ, സി, നമ്മളെ താരം വരുന്നു. ഗ്രാനി ഈസ് കമ്മിങ്. ഗ്രാനി കമ്മിങ് അല്ല, ഗ്രാനി വന്ന് നമ്മളെ ബോക്സിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. യെസ്, നമ്മൾ സേഫാണ്. ഓക്കെ, ഗ്രാനി പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രാനി പോയില്ല. ഓ, ദാ വരുന്നു പിന്നെയും. ഓക്കെ, ഗ്രാനി പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാങ്ക് എടുത്ത് അവിടെ പ്ലേസ് ചെയ്തിട്ട് അവിടെ പോയിട്ട് നമുക്ക് സേഫ് കീ എടുക്കാം. എന്തിനാ ചുമ്മാ ഹൈഡ് ആവുന്നേ? ഗ്രാനി വരും. പ്രോപ്പർലി ഹീസ് എ ന്യൂബ്. അവള് തന്നെ തട്ടിട്ടിട്ട് അവള് തന്നെ നോക്കുന്നു. വാട്ട് IQ ലെവൽ. ഓക്കെ, ഗ്രാനി വന്നിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പുറത്തിറങ്ങാം. കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ പ്ലാങ്ക് എടുത്ത് പ്ലേസ് ചെയ്യാം. ഇപ്പോൾ താഴെ ഇത് വീഴും. അപ്പോൾ ഗ്രാനി ഇവിടെ വരും. അതുകൊണ്ട് പോയി. അതിൽ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഗ്രാനി നമ്മളെ കൊന്നു. ഡേ 3 ആണെന്ന് തോന്നുന്നു. ഡേ 4. ഡേ 3 ആണ് ഗൈസ്. അപ്പോൾ നേരത്തെ ഡേ 2 ആയിരുന്നു, ഇപ്പോൾ ഡേ 3 ആണ്.
നമുക്ക് ടൈം വേസ്റ്റ് ചെയ്ത് തന്നെ മേലെ പോവാം. കാരണം മേലെയാണ് നമ്മുടെ മെയിൻ സാധനം, സേഫ്റ്റി. അത് നമുക്ക് വേണം. ഓക്കെ, ഇനി നമുക്ക് മേലെ പോവാം. ഗ്രാനി ഇവിടെ ഒന്ന് വരലേ, കുറച്ച് നേരം മാത്രം. അയ്യോ രണ്ട് ട്രാപ്പാണ് ഗ്രാനി ഇട്ടത്. നമ്മളെ ഗ്രാനി ചലിച്ചോണ്ടിരിക്കുകയാണ്. അവിടെ 2 ട്രാപ്പ് ഇട്ടാൽ എങ്ങനെ മാറാം? അതാ നമ്മൾ ഫുൾ ഇഞ്ചേർഡാണ്. ഇത് നമുക്ക് ഒരേ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. ഓക്കെ, കുഴപ്പമില്ല, എന്നാലും നമ്മൾ എസ്കേപ്പ് ചെയ്യും. കാരണം നമുക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഗ്രാനി ഇല്ല, സേഫാണ്. ഇനിയും നമ്മളെ മുമ്പിൽ നിന്ന് അങ്ങനെ വന്നോ പോയി. ഓക്കെ, ഇവിടെ ട്രാപ്പ് പോയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് പോവാം. എനിക്ക് പേടിയാവുന്നു, കാരണം ഇനി ഒളിയണം ഗൈസ്, എപ്പോൾ ഒളിയണം ഗൈസ്? ഇവിടെ ആ ടൈൽസ് താഴെ പോവാം, അപ്പോൾ നമുക്ക് ഒളിക്കണം. ഗായ്സ്, നമ്മൾ വളരെ സീരിയസ് സിറ്റുവേഷനിൽ പെട്ടിട്ടുണ്ട്. ഗ്രാനി നമ്മൾ 1% പോലും വിടുന്നില്ല. ഗായ്സ്, നമ്മൾ എങ്ങനെയെങ്കിലും എത്തിയിട്ടുണ്ട്. ഇവിടെ കട്ട് ചെയ്യാം. ഫൈനലി നമുക്ക് സേഫ് കീ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയോ ഭയങ്കര കഷ്ടപ്പെട്ട് എടുത്താണ് ഫൈനലി നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഗ്രാനിയെ തീർത്ത് കളഞ്ഞിട്ട് നമുക്ക് ഈ സേഫ് ലോക്കർ തുറക്കാം. ഫൈനലി നമ്മൾ സേഫ് ലോക്കറിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് കാർ കീ കിട്ടി ഗൈസ്, വി ആർ സേഫ്. നമുക്ക് കാർ കീ കിട്ടി ഫൈനലി. ഇനി നമുക്ക് ആ ഗ്യാസോലീൻ എടുത്ത് ഇതിൽ ഇട്ടാൽ മതി, എന്നിട്ട് നമ്മൾ സേഫാണ്. മാസ്റ്റർക്ക് നമുക്ക് വേണ്ട. നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് നമ്മളിപ്പോൾ എസ്കേപ്പ് ആവും. 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് അറിഞ്ഞൂടാ. ഇപ്പോൾ നമ്മൾ എസ്കേപ്പ് ആവും. നോക്കിപ്പോ, അവിടെ മറ്റേ മെറ്റലിൻ്റെ സാധനമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഗ്യാസോലിൻ ഇവിടെ വെക്കാം, എന്നിട്ട് കാർ കീ എടുത്ത് എസ്കേപ്പ് ആവാം. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആവാണ്. ഓക്കെ, നമ്മൾ ഫൈനലി ഇവിടെ നിന്ന് കാർ എസ്കേപ്പ് ചെയ്യാൻ പോകണം. ഡേ 4 നമ്മൾ ഗ്രാനി നമ്മൾ അങ്ങനെയാണ് ലോക്ക് ചെയ്ത് വെച്ചത്. ഓക്കെ, ഫൈനലി നമ്മൾ പോവാണ് ഗ്രാനിയുടെ വീട്ടിൽ നിന്ന്. ബൈ ഗ്രാനി. കാറ് പൊട്ടി, അത്രയ്ക്ക് പഴയതാണ്. അയ്യോ, ഇനി ഒരേ ഒരു പ്രാവശ്യം, ലാസ്റ്റ് പ്രാവശ്യം. ബൈ ഗ്രാനി. ബൈ ഗ്രാനി. ഗൈസ്, അങ്ങനെ ഫൈനലി ഞങ്ങൾ ഡേ 4 കാർ എസ്കേപ്പും കംപ്ലീറ്റ് ചെയ്തു. എത്ര കഷ്ടമായിരുന്നു അറിയാമോ ഗൈസ്, ഭയങ്കര കഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി കാർ എസ്കേപ്പും ചെയ്ത്, ഡോർ എസ്കേപ്പും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്, കാർ എസ്കേപ്പും കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അപ്പോഴത്തേക്കും ബൈ.